ക്രിസ്തുമസിനെ വരവേൽക്കാൻ നാടും നഗരവും തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. പതിവിൽ നിന്നും വിപരീതമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്തുമസ് ഗംഭീരമായി തന്നെ ആഘോഷിക്കുന്നുണ്ട്. ലക്ഷ്യം ഒന്ന് മാത്രം: കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ തങ്ങളിലേക്ക് ആകർഷിക്കുക. അതിനിടയിലാണ് കേരളത്തിലും ചിലയിടങ്ങളിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾ തടയുന്നതിനും ഭീഷണിപ്പെടുത്തുന്നതിനും സംഘപരിവാർ സംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നത്. പാലക്കാട് ചിറ്റൂർ നല്ലേപ്പിള്ളി ഗവൺമെന്റ് UP സ്കൂളിലാണ് ക്രിസ്തുമസ് ആഘോഷം തടയാൻ വിശ്വ ഹിന്ദു പരിഷത്ത് നേതാക്കൾ ശ്രമിച്ചത്. വലിയ ഞെട്ടലുണ്ടാക്കുന്ന സംഭവമായിരുന്നു ഇത്. VHP ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള സംഘമായിരുന്നു അതിക്രമം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലുള്ള സംഘപരിവാറിന്റെ പങ്കും വ്യക്തമായി പുറത്തു വരുന്നുണ്ട്. സാന്റാക്ലോസ് വേഷം അണിഞ്ഞ വിദ്യാർത്ഥികളും അധ്യാപകരും കരോൾ നടത്തുന്നതിനിടയിലേക്കെത്തിയ VHP നേതാക്കൾ ക്രിസ്തുമസ് അല്ല, ശ്രീകൃഷ്ണ ജയന്തിയാണ് ആഘോഷിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അതിക്രമം നടത്തിയത്. ആഘോഷത്തിന് നേതൃത്വം നൽകിയ അധ്യാപകരെ അസഭ്യം പറയുകയും ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് താല്പര്യമില്ലാതെ ഇത്തരം ആഘോഷങ്ങൾ പാടില്ല എന്ന ഭീഷണിയും നേതാക്കളിൽ നിന്നും എത്തി. സംഭവത്തിൽ VHP ജില്ലാ സെക്രട്ടറി K അനിൽകുമാർ, ബജ്രംഗ് ദൾ ജില്ലാ സംയോജക് B സുശാസനൻ, വിശ്വ ഹിന്ദു പരിഷത്ത് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K വേലായുധൻ എന്നിവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുകയാണ്. ഇതിനു പിന്നാലെ പാലക്കാട് തന്നെ തത്തമംഗലം സ്കൂളിൽ സ്ഥാപിച്ച പുൽക്കൂട് തകർത്ത സംഭവവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജാതി മത ഭേദമന്യേ മലയാളികൾ ഒറ്റക്കെട്ടായി ക്രിസ്തുമസ് ആഘോഷിക്കുന്ന കാലഘട്ടത്തിൽ നിന്നും സംഘപരിവാർ കേരളത്തിനെ പിന്നോട്ടടിക്കാൻ നോക്കുകയാണെന്ന് പറയേണ്ടി വരും. വെള്ളിയാഴ്ചത്തെ ആഘോഷത്തിൽ പങ്കെടുക്കാതിരുന്ന കുട്ടികൾക്ക് കാണുന്നതിനായി നിലനിർത്തിയ പുൽക്കൂടായിരുന്നു തകർക്കപ്പെട്ടത്. മുൻകാലങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്ത് അപൂർവമായിരുന്നു ഇത്തരം കൃത്യങ്ങൾ. എല്ലാ മതവിഭാഗങ്ങളുടെയും ആഘോഷങ്ങൾ പല സ്കൂളുകളിലും സംഘടിപ്പിക്കുന്നത് കുട്ടികളിൽ മതസൗഹാർദ്ദ സാഹോദര്യ ബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ്. വർഗീയ ശക്തികളെ പടിക്ക് പുറത്തു നിർത്തുന്നത് ഇത്തരം കൂട്ടായ്മകളിലൂടെ സൃഷ്ടിക്കപ്പെടേണ്ട അവബോധത്തിലൂടെയാണ്. കഴിഞ്ഞ വർഷം ക്രിസ്തുമസ് വേളയിലും ചർച്ചകളിൽ അപ്രതീക്ഷിതമെന്ന് വരുത്തിയുള്ള സന്ദർശനം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ഇത്തവണയും അത്തരം നടപടികൾ മോദിയിൽ നിന്നും ഉണ്ടാകുന്നതിനിടയിലാണ് സംഘപരിവാറിന്റെ തനി നിറം പുറത്തു വന്നത്. അതേസമയം മോദിയുടെ ക്രൈസ്തവരോടുള്ള അഭിമുഖ്യ പ്രകടനം കാപട്യമാണെന്ന് തെളിയിക്കപ്പെടുകയുമാണ് പാലക്കാട്ടെ സംഭവത്തിലൂടെ. ഇവിടെ മാത്രമല്ല, രാജ്യത്താകെ മോദിയുടെ കാപട്യം തുറന്നു കാട്ടുന്നതിന് നിരവധി ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് മണിപ്പൂർ തന്നെ. ലോകരാജ്യങ്ങളിൽ സന്ദർശനം നടത്തുകയും മതസൗഹാർദ്ദത്തെയും സാമുദായിക ഐക്യത്തെയും കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന മോദി മണിപ്പൂരിൽ സംഘർഷമുണ്ടായി 1.5 വർഷം പിന്നിട്ടിട്ടും അവിടെ വന്ന് സന്ദർശിക്കുവാൻ തയ്യാറായിട്ടില്ല എന്നത് ഇന്നും ചർച്ചയാക്കുന്ന വിഷയമാണ്. മണിപ്പൂരിൽ മാത്രം 200-ലധികം ദേവാലയങ്ങൾ തകർക്കപ്പെട്ടതായി പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. ഇതിനു പുറമെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ BJP ഭരിക്കുന്ന ഉത്തർപ്രദേശിലാണ് ഏറ്റവും അധികം ആക്രമണങ്ങൾ ഉണ്ടായത്. 182 കേസുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാം സ്ഥാനത്തുള്ള ഛത്തീസ്ഗഡിൽ 163 സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. BJP ഭരിക്കുന്ന മധ്യപ്രദേശിൽ സ്കൂളുകൾ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നിയന്ത്രണങ്ങളും വിലക്കുകളും ഏർപ്പെടുത്തി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുന്ന സാഹചര്യവും രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അതുതന്നെ കേരളത്തിലും ആവർത്തിക്കാനുള്ള ശ്രമങ്ങൾ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ വേണം. അതിന് രാഷ്ട്രീയ വേർതിരിവുകൾ മാറ്റി നിർത്തി ഒന്നായി നിൽക്കണമെന്ന സന്ദേശം ഈ ക്രിസ്തുമസിലൂടെ നൽകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു.